തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചതിൽ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഗുരുതര സ്വഭാവ രോഗമുള്ളവരെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് പ്രാകൃത നടപടിയാണെന്ന് ഹാരിസ് ചിറക്കൽ. കൊല്ലം സ്വദേശിയായ വേണുവിന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട അവസ്ഥ എങ്ങനെയുണ്ടായി? നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഒരുക്കണമെന്നും ഹാരിസ് ചിറക്കൽ ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ സർവീസ് സെന്റർ സംഘടിപ്പിച്ച പൊതുജനാരോഗ്യ നയം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഫ്മാൻ വി പി വിശദാംശങ്ങൾ നൽകും. സഫ്മാൻ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഹാരിസ് ചിറക്കൽ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഒരു രൂക്ഷമായ വിമർശനം ആരോഗ്യവകുപ്പിനെതിരെ ഉണ്ടാകുന്നു. അദ്ദേഹം നേരത്തെ ഉന്നയിച്ച വിഷയങ്ങൾ, നേരത്തെ മുന്നോട്ട് വെച്ച ആശങ്കകൾ, അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ പിന്നീടൊരു സംഭവം, ഒരു മരണമുണ്ടാകുന്നു. ഇപ്പോൾ വേണുവിന്റെ മരണത്തിൽ ഏതെല്ലാം മേഖലകളിൽ അപാകതയുണ്ടായി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. എങ്ങനെ കാണാം അദ്ദേഹത്തിന്റെ വാക്കുകളെ? സൈഫുദ്ദീൻ മെഡിക്കൽ സർവീസ് സെന്റർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് കൃത്യമായ വിമർശനം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യ വകുപ്പിനെതിരെയും സംവിധാനങ്ങൾക്കെതിരെയും ഉയർത്തുന്നത്. ഈ സംവിധാനങ്ങൾക്കെതിരെയും സഫാൻ കേൾക്കാൻ പറഞ്ഞോളൂ. ഒരു നിമിഷം സഫാൻ, നമുക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആ പ്രതികരണം നമുക്ക് ലഭ്യമാണ്, അതിലേക്കൊന്ന് പോവാം. ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അപ്പം അത് ഞാൻ MBBS ചെയ്തത് ഈ മെഡിക്കൽ കോളേജിലാണ് 1986. ആ കാലഘട്ടത്തിൽ രോഗികൾ ഇത്രയും തറയിൽ കിടക്കില്ലായിരുന്നു. കുറെ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്തരം ഈ പ്രാകൃതമായിട്ടുള്ള ഈ നിലവാരം, ഈ രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക, ശ്വാസമുട്ടിയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തുമായിട്ട് ചേർന്ന് പോവുക? അതൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. സഫ്മാൻ തുടരുന്നുണ്ട്. സഫ്മാൻ, ഹാരിസ് ചിറക്കലിന്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഒരു ഹൃദയ രോഗമുള്ള ഒരാളെ, അതും സീരിയസ് ആയി അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളെ എങ്ങനെ തറയിൽ കിടത്താൻ കഴിയും? അങ്ങനെ തറയിൽ കിടത്തേണ്ടി വന്ന ഒരു സാഹചര്യം, നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലെ അത്തരം ഉണ്ടാകുന്ന വീഴ്ച, അതിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. എങ്ങനെ കാണാം? സൈഫുദ്ദീൻ മെഡിക്കൽ സർവീസ് സെന്റർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലൊരു വിമർശനം കൊല്ലം സ്വദേശി വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. വേണുവിനെ എങ്ങനെയാണ് കൊല്ലം സ്വദേശിയായ വേണുവിനെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്ന് ചികിത്സ ഒരുക്കേണ്ട അവസ്ഥ വരുന്നത്? നമ്മുടെ പല ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളടക്കം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളടക്കം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. പലരും പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. വേണുവിന്റെ മരണം തന്നെ ഉദാഹരണമായി എടുത്തേണ്ടി വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്? കൊല്ലത്തെ സർക്കാർ സംവിധാനത്തിലുള്ള ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പോലുള്ള സ്ഥലത്തേക്ക് വരികയും അവിടെ ചികിത്സയ്ക്ക് ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നത്? അവിടുത്തെ അവസ്ഥയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഗുരുതര സ്വഭാവമുള്ള രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ട്. ഇതൊരു പ്രാകൃതപരമായ നിലപാടാണ്. ഈ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ ചികിത്സിക്കുമ്പോൾ അവർ വീണ്ടും രോഗികളായി മാറേണ്ട ഒരു അവസ്ഥ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലുണ്ട്. നമ്മൾ നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടുകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ജില്ലാ തലത്തിലുള്ള ആശുപത്രികളിൽ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഒരുക്കുന്നതിലേക്ക് സംവിധാനങ്ങൾ ഉയരണം. ആ അർത്ഥത്തിൽ
മാത്രമേ ആരോഗ്യ സംവിധാനത്തിന് കൂടുതൽ മെച്ചപ്പെടാൻ കഴിയുകയുള്ളൂ. കൂടുതൽ ചികിത്സ ആ അർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ചികിത്സ നൽകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വിമർശനമാണ് ഉയർത്തുന്നത്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളായ തിരുവനന്തപുരത്തും കോഴിക്കോടും ഇല്ലാത്ത വിദഗ്ധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സംസ്ഥാനത്തെ പ്രൈവറ്റ് ആശുപത്രികൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ പല ഇത്തരത്തിലുള്ള വിദഗ്ധ ചികിത്സകൾക്കും പ്രൈവറ്റ് ആശുപത്രികൾക്ക് സമീപിക്കേണ്ട അവസ്ഥയും നമ്മുടെ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിൽ വലിയൊരു വിമർശനമാണ് ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ ഈ ഒരു സെമിനാർ ഉന്നയിച്ചിട്ടുള്ളത്. സൈഫു.